ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഉണ്ടാക്കുന്നതിലൊരു പ്രധാനപ്പെട്ട വില്ലൻ, എസ്പെഷ്യലി കേരളത്തിലെ ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ്. ഗർഭപാത്രത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ലൈനിങ്, ഗർഭപാത്രത്തിന്റെ ഇന്നർ ലൈനിങ് എന്ന് പറയും, അതിന് പറയുന്ന പേരാണ് എൻഡോമെട്രി. എൻഡോമെട്രിയൽ സെൽസ് ആണ് നമുക്ക് ബ്ലീഡിംഗ് ആകുമ്പോൾ ഷെഡ് ചെയ്ത് വെളിയിലോട്ട് പോകുന്നത്. ഈ ട്യൂബിൽ കൂടെ നമ്മുടെ ഓവറിയിലും യൂട്രസിന്റെ പുറം ഭാഗത്തും എല്ലാം പറ്റിപ്പിടിച്ച് അവിടെ ടിഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി അവിടെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ എൻഡോമെട്രിയോസിസ് അഥവാ ചോക്ലേസിസ് എന്നൊക്കെ പറഞ്ഞ അസുഖമായി മാറുന്നത്. ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളേ ഉള്ളൂ. ഒന്ന്, മാസമുറ വരുമ്പോൾ ഉണ്ടാവുന്ന വേദന. 80% പെൺകുട്ടികൾക്കും പീരീഡ്സ് വരുമ്പോൾ പെയിൻ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എൻഡോമെട്രിയോസിസ് ആണോ? തീർച്ചയായിട്ടും അല്ല. സാധാരണത്തിൽ കൂടുതൽ വേദന നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൻഡോമെട്രിയോസിസ് സസ്പെക്ട് ചെയ്യണം. 2, ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന, എസ്പെഷ്യലി ഡീപ് പെനിട്രേഷനിൽ കൊള്ളുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് വരും. ഇതുണ്ടെങ്കിൽ നമ്മൾ എൻഡോമെട്രിയോസിസ് സസ്പെക്ട് ചെയ്യണം. ഈ 2 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം? ബേസിക് ആയിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ സ്കാൻ ചെയ്തു, നമുക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണം? എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആവുക എന്നുള്ളതായിരിക്കണം അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ചെയ്യത്തുള്ളൂ, ഓവുലേഷൻ നിർത്തി കൊടുക്കുക. ഓവുലേഷൻ നിർത്തിയാൽ അഥവാ അണ്ടവളർച്ച നിർത്തുക. ആ അണ്ടവളർച്ച നിർത്തുന്ന മൂലം നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസും സ്റ്റോപ്പ് ആവും. ഈ ഹോർമോൺസ് സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് മാസം വരെ ഉണ്ടാവത്തില്ല. പക്ഷേ ഇൻഡയറക്ട്ലി സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഓവുലേഷനും ഉണ്ടാവത്തില്ല, പ്രഗ്നൻസി ആവാനുള്ള സാധ്യത അവിടെ അവസാനിക്കുകയും ചെയ്യും. അപ്പം മെഡിക്കൽ മാനേജ്മെന്റ് ഓഫ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് വന്ധ്യതയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. മെഡിസിനിലൂടെ നമ്മൾ എൻഡോമെട്രിയോസിസ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി കൂടത്തേ ഉള്ളൂ. ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന എൻഡോമെട്രിയോസിസ് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഫെർട്ടിലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോകണം. അവിടെ എങ്ങനെയെങ്കിലും ഗർഭിണിയാവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് മോട്ടീവ്.